നാളെ ബ്രൈഡിന്റെ എൻട്രിക്കുള്ള ചെരാതൊക്കെ ക്ലീൻ ചെയ്യൽ പരിപാടിയിലാണ് ഞങ്ങൾ. അതിനുള്ള ക്ലീനിങ് ആക്സസറിയായ ചകിരി തപ്പി ഇറങ്ങിയതാണ് ഞങ്ങൾ. ഞാനും ഈ പട്ടിയൊക്കെ നോക്കി നിന്ന് സഹായിച്ചു കൊടുക്കും. സിൽവി ഒറ്റയ്ക്ക് ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കും. അത് കഴിഞ്ഞ് അകത്തേക്ക് പോയപ്പോണ്ട് ഒരാൾ ഇതാ ഇന്നലെ ഇട്ട മൈലാഞ്ചി ചുവന്നു വന്നു എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരും. വേറെ ആരുമല്ല, ഞാനിട്ട് കൊളാക്കിയ മൈലാഞ്ചി. കഴിഞ്ഞ വീഡിയോയിൽ കാർന്ന് ഒട്ടും ക്ഷമയില്ലാണ്ട് ഫ്ലെക്സിൽ ഏത് ഫോട്ടോ അടിച്ചതെന്ന് ഞങ്ങൾ നോക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ കണ്ട ഫ്ലെക്സ് ആണ് ഈ ചുമരിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. ഫ്ലെക്സ് ഒട്ടിച്ചതൊക്കെ നോക്കി പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങാൻ പോയി. രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ദേ സ്റ്റേജ് കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സ്റ്റേജ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു, അടിപൊളിയായി. പിന്നെ ഞങ്ങൾ രാത്രി കഷ്ടപ്പെട്ട് ചെരാത് കഴുകി വെച്ചൊക്കെ വെറുതെ ഈ പ്ലേറ്റിന്റെ കൂടെ ചെരാത് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഇനി ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ അഞ്ജുനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സൗരവിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവനത് മൂരി പോലെ കിടന്നുറങ്ങുന്നു. പിന്നെ വേറെ വഴിയില്ല, അവരെ വീട് എടുത്തായത് ഭാഗ്യം. അതുകൊണ്ട് ബാഗ് വരെ പോയി എടുത്തുകൊണ്ടുവന്നു നടന്നു പോയിട്ട്. ഡ്രസ്സൊന്നും കല്യാണ വീട്ടിലേക്ക് കൊണ്ടുവരാത്തതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് രാവിലെ എണീറ്റ് വീട്ടിൽ പോയിട്ട് വേണം മാറ്റി വരാം. അതിന് ഞാൻ ഒരുത്തനെ വിളിക്കാൻ പോയപ്പോൾ അതും മൂരി പോലെ കിടന്നുറങ്ങും. ആരാന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, എൻ്റെ ഒരേ ഒരു ഭർത്താവ്. അവൻ എണീക്കാൻ എന്തായാലും ലേറ്റ് ആവുമെന്ന് മനസ്സിലായതുകൊണ്ട് പല്ല് പോലും തേക്കാതെ ഞങ്ങൾ ഉറങ്ങി എണീറ്റ പാടെ മുല്ലപ്പൂ വാങ്ങാൻ തലശ്ശേരിക്ക് പോവുകയാണ് ഗൈസ്. എല്ലാം മൂരി പോലെ കിടന്നുറങ്ങുന്നിടത്തുനിന്നാ ഇവരൊരാൾ എണീറ്റത് കൊണ്ട് ഞങ്ങൾക്ക് പോവാനായി. അങ്ങനെ തലശ്ശേരി എത്തി മുല്ലപ്പൂവും പിന്നെ ആ പ്ലേറ്റിൽ വെക്കാനുള്ള പൂവും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. ഡിസംബർ ആയതുകൊണ്ട് എമ്മാതിരി തണുപ്പാ പുറത്തിറങ്ങുമ്പോൾ. അറ്റ് ലാസ്റ്റ് ഇതാ കല്യാണ വീട്ടിലെത്തിയിരിക്കുന്നു. അപ്പം ശരി.